വെക്കേഷൻ ആകുന്നു. പണ്ടത്തെ പോലെ എളുപ്പം ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറി കറങ്ങാൻ പറ്റുകയില്ല. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്ലൈറ്റുകൾ കുറവായതും ഉള്ള ഫ്ലൈറ്റുകൾക്ക് റേറ്റ് വളരെ കൂടുതലായതും ഒരു തടസ്സമാണ്. മാത്രമല്ല, വിശ്വസിച്ച് പോകാനും പറ്റിയ സമയമല്ല. യുദ്ധം എപ്പോഴേത് രീതിയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് പോകാൻ ഒരുങ്ങുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം പോകേണ്ട സ്ഥലം മനസ്സിൽ കാണുക. ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റർമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ പരസ്യങ്ങളോ അത് കണ്ടുകൊണ്ടുള്ള പോക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും രണ്ടു വട്ടം ആലോചിക്കണം. ടൂർ ഓപ്പറേറ്റർമാരുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തമായി ഹോട്ടലുകൾ ബുക്ക് ചെയ്തും ഫ്ലൈറ്റ് ടിക്കറ്റ് സ്വന്തമായി എടുത്തും സൈറ്റ് സീയിങ് ട്രിപ്പുകൾ ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്തുമൊക്കെ പോകാം. അതോ നേരത്തെ പറഞ്ഞതുപോലെ ടൂർ ഓപ്പറേറ്റർമാരുടെ പാക്കേജ് എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതിലേതാണെന്ന് തീരുമാനിക്കുക. രണ്ടിലേത് വേണമെന്നത് നമ്മുടെ ഇഷ്ടം മാത്രം. ഇത്തരം യാത്രകൾ നടത്തിയുള്ള പരിചയം തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതെന്തായാലും നമുക്ക് തലവേദന കുറവ് എന്തായാലും ടൂർ ഓപ്പറേറ്റർമാർ വഴിയുള്ള വിദേശ യാത്രകൾ തന്നെയാണ്. എങ്ങനെ നോക്കിയാലും അതാണ് നല്ലത്. കേരളത്തിൽ നിന്ന് ടൂർ ഓപ്പറേറ്റർമാർ വഴി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നുണ്ട്. മിക്കവരും ഈ ടൂർ ഓപ്പറേറ്റർമാരുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളോ പരസ്യങ്ങളോ കണ്ടാണ് അവരെ ബന്ധപ്പെടുന്നത്. അതിൽ തെറ്റില്ല, അങ്ങനെയാകാം. പക്ഷേ ഈ പോസ്റ്റുകളും പരസ്യങ്ങളും പ്രധാനമായും നമ്മെ ആകർഷിക്കാനുള്ള ഒരു ഉപാധി എന്നതിൽ കവിഞ്ഞ് അതിനെ മാത്രം ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കരുത്. ഒരു വിദേശയാത്ര നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം. കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇത്തരം ടൂർ ഓപ്പറേറ്റർമാരോട് ചോദിക്കാൻ തയ്യാറാകണം. ഈ ടൂർ ഓപ്പറേറ്റർമാരുടെ ക്രെഡിബിലിറ്റി അത് ഏതെല്ലാം വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അവർ വഴി അല്ലെങ്കിൽ അല്ലാതെ തന്നെ മുമ്പ് വിദേശ ടൂറുകൾ നടത്തിയിട്ടുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ പാക്കേജിൽ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളും ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം, ശേഖരിക്കണം. ഇതേ പാക്കേജ് ചെയ്യുന്ന മറ്റ് ടൂർ ഓപ്പറേറ്റർമാരും ഇവിടെയൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അത്തരത്തിൽ 3-4 പേരെ ബന്ധപ്പെടണം. അവരോടെല്ലാം ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് വേണം ഒരു അന്തിമ തീരുമാനമെടുക്കാൻ. ഇത്തരത്തിൽ വിദേശത്തേക്ക് ടൂർ പാക്കേജുകൾ നടത്തുന്ന ഓപ്പറേറ്റർമാരെ ഔട്ട് ബൗണ്ട് ടൂർ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഔട്ട് ബൗണ്ട് ടൂർ ഓപ്പറേറ്റർമാർക്കായി യാതൊരു അംഗീകാരവും കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് വിദേശികളെ കൊണ്ടുവരുന്ന ടൂർ ഓപ്പറേറ്റർമാർക്കും ഇന്ത്യക്കുള്ളിൽ പാക്കേജുകൾ നൽകുന്ന ടൂർ ഓപ്പറേറ്റർമാർക്കും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചില അംഗീകാരങ്ങൾ, അതായത് അക്രഡിറ്റേഷൻ, അങ്ങനെയുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതും നിർബന്ധമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഔട്ട് ബൗണ്ട് ടൂർ ഓപ്പറേറ്റർമാരുടെ കാര്യത്തിൽ സർക്കാർ അംഗീകാരം നോക്കി അവരെ വിലയിരുത്തുക എളുപ്പമല്ല. പിന്നെ കഴിയുന്നത് അവർക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട ട്രാവൽ അസോസിയേഷൻ, ആ ട്രാവൽ അസോസിയേഷനുകളുമായി ബന്ധമുണ്ടോ എന്നതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ്, ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ വിശ്വസനീയമായ അസോസിയേഷനുകളുമായി ബന്ധമുള്ള ടൂർ ഓപ്പറേറ്റർമാരെ നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാം. ഇവരെ പറ്റി ഒരു പരാതി ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ അസോസിയേഷനുകൾക്ക് നൽകുകയും ചെയ്യാം. ഇത്തരം വിദേശ ടൂറുകൾ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഗൂഗിളിനെ നമ്മുടെ ഉറ്റ സുഹൃത്തായി കണക്കാക്കാം. പരമാവധി വിവരങ്ങൾ ഗൂഗിളിൽ നിന്നും നമുക്ക് ശേഖരിക്കാം. എന്നാൽ അതുമാത്രം പോരാ. നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് യാത്ര ചെയ്തിരുന്ന ആളുകളുമായും നമ്മുടെ സുഹൃത്തുക്കളുമായും ഒക്കെ സംസാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ബ്രോഷറുകൾ ഉണ്ടെങ്കിൽ ശേഖരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ആദ്യം ടൂർ ഓപ്പറേറ്റർമാരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക. അവരോട് നേരിട്ട് സംസാരിച്ച് അവരുടെ പാക്കേജുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അത് മനസ്സിലാക്കുക. എപ്പോഴും നല്ലത് ഇമെയിലിൽ അത്തരം വിശദാംശങ്ങൾ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ ഫോൺ നമ്പറുകൾ, ഇമെയിൽ ID, അഡ്രസ്സ് തുടങ്ങിയവ ലഭ്യമാക്കുക എന്നതാണ്. പലരും ചെയ്യുന്നത് ഫോണിലും വാട്സാപ്പിലും വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. ഭാവിയിൽ നമുക്ക് ഒരു പരാതി നൽകണമെങ്കിൽ
അത്തരത്തിൽ അവരിൽ നിന്നും ലഭിക്കുന്ന ഇമെയിൽ വളരെയധികം നമ്മളെ സഹായിക്കും. എല്ലാ കമ്മ്യൂണിക്കേഷനുകളും ഇപ്രകാരം ഇമെയിലിലൂടെ നടത്തുന്നതാണ് നല്ലത്. അതറിയാത്തവർ അറിയുന്നവരുടെ സഹായം തേടണം. എന്തു വന്നാലും ഒരു ഏജൻസിയുടെ അഡ്രസ്സ്, അവരുടെ വിവിധ ഫോൺ നമ്പറുകൾ, ഇമെയിൽ ഐ ഡികൾ, അവർക്കുള്ള അസോസിയേഷൻ മെമ്പർഷിപ്പുകൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇവ രേഖാമൂലം തന്നെ അവരിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിരിക്കണം. നിങ്ങൾ വിദേശത്തേക്ക് ടൂർ പാക്കേജുകൾ നടത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ നിങ്ങൾ ഓഫർ ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങളുടെ പ്രതിനിധി നേരിട്ട് പോയിട്ടുണ്ടോ? നിങ്ങളുടെ ഡെപ്പോസിറ്റ് ക്യാൻസലേഷൻ പോളിസി എന്താണ്? നിങ്ങൾ പറയുന്ന പാക്കേജ്, ആ പാക്കേജിന്റെ തുകയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അതിൽ ഇൻഷുറൻസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അതിലെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല? നിങ്ങളുടെ ഗ്രൂപ്പ് സൈസ് പരമാവധി എത്രയാണ്? ഈ പാക്കേജിൽ ഉടനീളം ഒരു ഗൈഡ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമോ? ഏത് ഭാഷ സംസാരിക്കുന്ന ഗൈഡായിരിക്കും അത്? ഞങ്ങൾ എവിടെയാണ് എത്തേണ്ടത്? തിരികെ നിങ്ങൾ ഞങ്ങളെ എത്തിക്കുന്നത് എവിടെയാണ്? ആ പാക്കേജിൽ എന്തെങ്കിലും ക്രൈസിസ് എവിടെയെങ്കിലും ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം ആ രാജ്യത്ത് നിങ്ങൾക്കുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അതിനുത്തരം തരാൻ തയ്യാറാകാത്തവരെ നിഷ്കരണം അങ്ങനെയുള്ള ഏജൻസികളെ തള്ളിക്കളയുക. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്, അല്ലാതെ നമ്മൾ മടിച്ചിരിക്കരുത്. അവർ ജെനുവിനാണെങ്കിൽ, നിങ്ങളിൽ നിന്നുള്ള ബിസിനസ് അവർക്ക് വേണമെങ്കിൽ, അവർ ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരങ്ങൾ തന്നിരിക്കും. ഈ ചോദ്യങ്ങൾ ഇമെയിലിൽ തന്നെ ചോദിക്കാൻ മടിക്കണ്ട. ഈ ടൂർ ഓപ്പറേറ്റർമാരുടെ തന്നെ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ എന്നിവയിൽ നിന്നും നമുക്ക് പല വിവരങ്ങളും ലഭ്യമാകും. പല പോസ്റ്റുകളുടെയും കമൻറ്റുകളിൽ നിന്ന് പലരുടെയും അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. പാക്കേജ് റേറ്റ് നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണ്. എങ്കിലും ഒന്നാമത്തെ പരിഗണന ഒരിക്കലും അതിന് കൊടുക്കരുത്. ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും ഉറപ്പുകളും സൗകര്യങ്ങളുമാണ്. അതാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞു വേണം. അപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് ഒരു വിദേശ ടൂർ ആണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം ഈ ഏജൻസികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും ടൂറ് പോകാൻ ഒരുങ്ങാനും.